കോഴ്സ് നോളജും കാര്യങ്ങളും ബ്രോയ്ക്ക് ഉണ്ടായിരുന്നു. വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ബ്രോ ചൂസ് ചെയ്തത്. ബ്രോ എത്രാമത്തെ വയസ്സിലാണ് UK പോകാൻ തീരുമാനിച്ചത്? ഞാൻ 26-ൽ UK പോകാൻ തീരുമാനിച്ചു. യുകെയിലെത്തി. ബ്രോയുടെ യൂണിവേഴ്സിറ്റി കോഴ്സും ആരെ ചൂസ് ചെയ്ത്? ഞാൻ തന്നെ ചൂസ് ചെയ്തത്. ബ്രോ തന്നെ ചൂസ് ചെയ്തു. അപ്പൊ കൺസൾട്ടൻസ് ആണോ ഇതാണോ? കൺസൾട്ടൻസ് MBA അങ്ങനെ കുറെ കുറെ ജനറിക് ആയിട്ടുള്ള കുറെ കോഴ്സുകളല്ലേ, MBA അങ്ങനത്തെ IBM അങ്ങനത്തെ ജനറൽ കോഴ്സുകളാണ് അവർ പറയുന്നത്. കോഴ്സ് നോളജും കാര്യങ്ങളും ബ്രോയ്ക്ക് ഉണ്ടായിരുന്നു. വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ബ്രോ ചൂസ് ചെയ്തത്. ഞാൻ ഓൾറെഡി മാർക്കറ്റിംഗിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എവിടെ വർക്ക് ചെയ്ത്? നാട്ടില് വിപ്രോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന. വിപ്രോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. വിപ്രോയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ്. പിന്നെ ക്രിയേറ്റീവ് സെക്ടറിൽ വർക്ക് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ഫീൽഡ് തെരഞ്ഞെടുത്തു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏത് കോഴ്സ്? MSc ഡിജിറ്റൽ മാർക്കറ്റിംഗ്. MSc ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ നാട്ടിൽ റിലവന്റ് എക്സ്പീരിയൻസ് ഉണ്ട്. MSc ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പിന്നീട് ലൊക്കേഷൻ വെയിൽസ്. കാർഡിഫ്. ഇപ്പോൾ കാർഡിഫിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഈ ബ്രോയുടെ പാർട്ട് ടൈം ജോബ് ഒക്കെ കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് കാര്യങ്ങളും ബ്രോഡ് Instagram ID എല്ലാം നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. മെസ്സേജ് അയച്ച് ഉറപ്പായിട്ടും ബ്രോക്ക് പറ്റുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഉറപ്പായിട്ടും ബ്രോ സഹായിച്ചിരിക്കും. അതുപോലെ അഡ്മിഷൻ ആണെങ്കിൽ ഗൈഡ് സ്റ്റഡി അബ്രോഡ് ഓൾറെഡി ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾ വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല.